എല്ലാവർക്കും മെക്കാനിക്കൽ സോണിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മത്സര പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളത്. അതിൽ നിന്ന് പല രീതിയിലും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്നുകിൽ അതിൻ്റെ കാലയളവായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ വളരെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പഞ്ചവത്സര പദ്ധതിയിലെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. കാർഷിക മേഖലയിലുള്ള സമഗ്ര വികസനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയാണ്. ഇപ്പോഴാണ് 1956 മുതൽ 61 വരെയാണ്. വ്യാവസായിക വികസനമാണ്. അപ്പോൾ ആദ്യം കാർഷികം, പിന്നീട് വ്യാവസായികം. ഓക്കെ. പിന്നീട് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത തുടങ്ങിയവയൊക്കെയായിരുന്നു ഇതിൻ്റെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ആദ്യം കാർഷികം, രണ്ടാമത്തെ വ്യാവസായികം, മൂന്നാമത്തത് ഭക്ഷ്യമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്ഥിരതയോടുകൂടിയ വളർച്ച അല്ലെങ്കിൽ സാശ്രയത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അത് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞത്. 69 മുതൽ 74 വരെ ആ ഒരു ഇയർ നിങ്ങൾ ഓർത്ത് വെക്കുക. 1961 മുതൽ 66 വരെയാണ് മൂന്നാമത്തെ പദ്ധതി. നാലാമത്തെ പദ്ധതി 69 മുതൽ 74 വരെയാണ്. ഇനി അഞ്ചാമത്തെ പദ്ധതി 74 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 5 നിങ്ങൾക്ക് നിർമ്മാർജ്ജനം എന്ന രീതിയിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്ത് നിർമ്മാർജ്ജനം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഓക്കെ. ഇനി ആറാം പദ്ധതി എന്ന് പറഞ്ഞാൽ 80 മുതൽ 85 വരെയാണ്. ഓർത്ത് വെക്കുക. അതിൻ്റെ ഒരു ഇയർ ഇവിടെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ 74 മുതൽ 79 വരെയാണ് അഞ്ചാം പദ്ധതി. ആറാം പദ്ധതി 80 മുതൽ 85 വരെയാണ്. ഓക്കെ. അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നായിരുന്നു ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. ഇനി ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വരുന്നത് ആധുനികവൽക്കരണം, അതുപോലെ തൊഴിലവസരങ്ങളുടെ വർധനവ്, 7 തൊഴിൽ എന്ന രീതിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. തൊഴിലവസരങ്ങളുടെ വർധനവ്, ആധുനികവൽക്കരണം തുടങ്ങിയവയൊക്കെയാണ് 1985 മുതൽ 1990 വരെ കാലയളവിലുണ്ടായിട്ടുള്ള ഏഴാമത്തെ പദ്ധതി എന്നുള്ളത്. ഇനി എട്ടാമത്തെ പദ്ധതി മാനവശേഷി വികസനമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 92 മുതൽ 97 വരെയാണ്. 1992 മുതൽ 97 വരെയാണ്. ഇനി ഒൻപതാമത്തെ പദ്ധതി 97 മുതൽ 2002 വരെയാണ്. ഗ്രാമവികസനവും വികേന്ദ്രികാസൂത്രണവുമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. ഗ്രാമവികസനവും വികേന്ദ്രികാസൂത്രണമായിരുന്നു ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അതിൻ്റെ കാലയളവ് 1997 മുതൽ 2002 വരെയാണ്. ഇനി പത്താമത്തെ പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള പത്താമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ 2002 മുതൽ 2007 വരെയായിരുന്നു. 11ാമത്തെ പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള 11ാമത്തെ പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയായിരുന്നു. 12ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് സുസ്ഥിര വികസനമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2012 മുതൽ 2017 വരെ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 12 പഞ്ചവത്സര പദ്ധതികളാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് പല പരീക്ഷകൾക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഈ ഓഡിയോ ഒന്ന് കേട്ട് പഠിക്കുകയോ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യും. എല്ലാ ദിവസവും ഇതിനകത്ത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.